കേരള ക്രിക്കറ്റ് ലീഗിൽ സഞ്ജുവിന്റെ ടീമിന് വിജയം. ട്രിവാൻഡ്രം റോയൽസിനെതിരായ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് 8 വിക്കറ്റ് ജയം. ക്യാപ്റ്റൻ സാലി സാംസൺ അർദ്ധ സെഞ്ചുറി നേടി. ദേവൻ MP ഉണ്ട് വിവരങ്ങളുമായി. ദേവൻ, ആദ്യ മധുരമാണ്. എന്തൊക്കെയാണ് കളിയുടെ വിശദാംശങ്ങൾ? കേരള ക്രിക്കറ്റ് ലീഗിൽ സഞ്ജുവിന്റെ ടീമിന് വിജയം. ട്രിവാൻഡ്രം റോയൽസിനെതിരെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് 8 വിക്കറ്റ് വിജയം. ക്യാപ്റ്റൻ സാലി സാംസൺ അർദ്ധ സെഞ്ചുറി നേടിയിട്ടുണ്ട്. കേരള ക്രിക്കറ്റ് ലീഗിലെ ആദ്യ ദേവനുണ്ട് വിവരങ്ങളുമായി. ദേവൻ, പറഞ്ഞോളൂ. അഖില, കേരളത്തിലെ ക്രിക്കറ്റ് ആരവത്തിന് തുടക്കമിട്ടുകൊണ്ടാണ് KCL ആദ്യ മത്സരങ്ങൾക്ക് തുടക്കമായിരിക്കുന്നത്. ഇന്നിപ്പോൾ വൈകുന്നേരം നടന്ന സഞ്ജു സാംസന്റെ സാന്നിധ്യം കൊണ്ട് ഏറെ ശ്രദ്ധ ആകർഷിച്ച കൊച്ചി ബ്ലൂ ടൈഗേഴ്സും ഒപ്പം തന്നെ തിരുവനന്തപുരത്തിന്റെ സ്വന്തം ടീമായ ട്രിവാൻഡ്രം റോയൽസും തമ്മിലായിരുന്ന രണ്ടാം മത്സരത്തിലാണ് ഇപ്പോൾ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് അനായാസ വിജയം തന്നെ നേടിയിരിക്കുന്നതെന്ന് പറയാൻ കഴിയും. ആദ്യം ബാറ്റ് ചെയ്ത ട്രിവാൻഡ്രം റോയൽസ് 98 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു ഉണ്ടായിരുന്നത്. റൺ ഒഴുകുമെന്ന് പറഞ്ഞിരുന്ന കാര്യവട്ടത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ അക്ഷരാർത്ഥത്തിൽ ബൗളർമാർക്ക് കുറച്ചുകൂടി പിന്തുണയേക്കുന്ന തരത്തിലുള്ള മത്സരങ്ങളാണ് ഇന്ന് കണ്ടത്. അതിൽ 98 റൺസ് മാത്രമാണ് ആദ്യ ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയ ട്രിവാൻഡ്രം റോയൽസിന് നേടാൻ സാധിച്ചത്. കൊച്ചിൻ ബ്ലൂ ടൈഗേഴ്സിന്റെ ബോളേഴ്സ് മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചപ്പോൾ വിക്കറ്റുകൾ തുടരെ വീഴുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. മറുപടി ബാറ്റിംഗിൽ ഇറങ്ങിയ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് അനായാസ വിജയം തന്നെ നേടാൻ സാധിച്ചു എന്ന് പറയാൻ കഴിയും. പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് ക്യാപ്റ്റനായിട്ടുള്ള സാലി സാംസന്റെ പ്രകടനമായിരുന്നു. സഞ്ജു സാംസന്റെ ചേട്ടൻ കൂടിയായ സാലി സാംസൺ നേടിയ അർദ്ധ സെഞ്ചുറിയുടെ മികവിലാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ഈ രണ്ടാം മത്സരത്തിൽ അനായാസ വിജയം നേടിയിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് നടന്ന ആദ്യ മത്സരത്തിൽ കൊല്ലം നിലവിലെ ചാമ്പ്യന്മാരായ കൊല്ലം സെയിലേഴ്സ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെയും മറികടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കേരള ക്രിക്കറ്റ് ലീഗിൽ ഇരുവരും പരസ്പരം ഏറ്റുമുട്ടിയപ്പോൾ ഇതുവരെ 3 തവണയാണ് ഇരുവരും പരസ്പരം ഏറ്റുമുട്ടിയുള്ള 3 തവണയും കൊല്ലം സെയിലേഴ്സിനെ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ മറികടക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ രണ്ടാമത്തെ മത്സരത്തിൽ കാണികളുടെ ഒരു സാന്നിധ്യം കൂടി എടുത്തു പറയേണ്ടതായിരുന്നു. പ്രത്യേകിച്ചും സഞ്ജു സാംസൺ കൂടി കളിക്കുന്ന ഒരു മത്സരമായതുകൊണ്ട് തന്നെ കാര്യവട്ട ഗ്രീൻഫീൽഡിൽ അതിൻ്റെതായ കാണികൾ കൂടി എത്തിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ക്രിക്കറ്റ് ആരവത്തിന് കേരളത്തിൽ തുടക്കം കുറിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേരള ക്രിക്കറ്റ് ലീഗിലെ ആദ്യ 2 മത്സരങ്ങൾക്ക് സമാപനമായിരിക്കുന്നത്. 2 മത്സരങ്ങളിലും ബോളർമാർ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ദേവൻ MP ആണ് വിവരങ്ങൾ നൽകിയത്.